ഓം ശാന്തി 31/1/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങളിവിടെ സർവശക്തിവാനായ ബാബയിൽ നിന്ന് ശക്തിയെടുക്കുന്നതിന് വന്നിരിക്കുകയാണ്. അതായത് ദീപത്തിൽ ജ്ഞാനമാകുന്ന നെയ്യ് ഒഴിക്കുന്നതിന്. ചോദ്യം: ശിവന്റെ വിവാഹ ഘോഷയാത്രയുടെ മഹിമയുള്ളത് എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ശിവബാബ എപ്പോൾ തിരിച്ചു പോകുന്നുവോ അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും കൂട്ടം ശിവബാബയുടെ പിറകെയായി ഓടിപ്പോകുന്നു. മൂലവതനത്തിലും ആത്മാക്കളുടെ കുട പോലെയാണ്. നിങ്ങൾ പവിത്രമായി മാറുന്ന കുട്ടികൾ ബാബയോടൊപ്പം തന്നെ പോകുന്നു. കൂടെയുള്ളത് കാരണമാണ് വിവാഹ ഘോഷയാത്രയുടെ മഹിമയുള്ളത്. ഓം ശാന്തി. കുട്ടികൾക്ക് ആദ്യം ഒരേ ഒരു പോയിന്റ് മനസ്സിലാക്കാനുണ്ട്. നമ്മളെല്ലാവരും സഹോദര സഹോദരന്മാരാണ്. ബാബ എല്ലാവരുടെയും അച്ഛനാണ്. ബാബയെ സർവശക്തിവാനെന്ന് പറയുന്നു. നിങ്ങളിലും സർവശക്തികളും ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വത്തിനു മേൽ രാജ്യം ഭരിച്ചിരുന്നു. ഭാരതത്തിൽ തന്നെയായിരുന്നു ഈ ദേവീ ദേവതകളുടെ രാജ്യം. അതുപോലെ നിങ്ങൾ കുട്ടികളുടെ രാജ്യമായിരുന്നു. നിങ്ങൾ പവിത്ര ദേവീ ദേവതകളായിരുന്നു. നിങ്ങളുടെ കുലം അഥവാ രാജവംശമാണ്. അവരെല്ലാവരും നിർവികാരികളായിരുന്നു. ആരാണ് നിർവികാരികളായിരുന്നത്? ആത്മാക്കൾ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ നിർവികാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിൽ ബാബയിൽ നിന്ന് ശക്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ആത്മാവ് തന്നെയാണ് 84ന്റെ പാർട്ട് അഭിനയിക്കുന്നത്. അതിലുണ്ടായിരുന്ന സതോപ്രധാന ശക്തി പിന്നീട് ദിനം തോറും കുറഞ്ഞു പോകുന്നു. സതോ പ്രധാനത്തിൽ നിന്ന് തമോ പ്രധാനമായി മാറണം. എങ്ങനെയാണോ ബാറ്ററിയുടെ ശക്തി കുറഞ്ഞു പോകുമ്പോൾ മോട്ടോർ നിന്നു പോകുന്നത്, ബാറ്ററി ഡിസ്ചാർജ് ആവുന്നു. ആത്മാവിൻ്റെ ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ആവുന്നില്ല. കുറച്ചെന്തെങ്കിലും ശക്തി ഉണ്ടാകുന്നു. എങ്ങനെയാണോ ചിലർ മരിച്ചാൽ വിളക്ക് കത്തിച്ചു വെക്കുന്നത്, അതിൽ ജ്യോതി അണയാതിരിക്കാൻ നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാറ്ററിയിലെ ചാർജ് കുറയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യാൻ വെക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, നിങ്ങളുടെ ആത്മാവ് സർവശക്തിവാനായിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ സർവശക്തിവാനായ ബാബയോട് തൻ്റെ ബുദ്ധിയോഗം വയ്ക്കുന്നു. അതിനാൽ ബാബയുടെ ശക്തി നമ്മളിലേക്ക് വരും. എന്തുകൊണ്ടെന്നാൽ ശക്തി കുറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും കുറച്ച് അവശേഷിക്കുന്നു. തീർത്തും ഇല്ലാതായാൽ പിന്നെ ശരീരം ഉണ്ടാകില്ല. ആത്മാവ് ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് തികച്ചും പവിത്രമാകുന്നു. സത്യയുഗത്തിൽ നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ആകുന്നു. പിന്നീട് പതുക്കെ പതുക്കെ കുറയുന്നു. ത്രേത വരെ മീറ്റർ കുറവായിരിക്കും. അതിനെ കലയെന്ന് പറയുന്നു. പിന്നീട് പറയും, ആത്മാവ് സതോ പ്രധാനമായിരുന്നത് സതോ ആകും. ശക്തി കുറഞ്ഞു പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ സത്യയുഗത്തിൽ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനമായി മാറിയിരിക്കുകയാണ്. അതിനാൽ ശക്തിയുടെ കാര്യത്തിൽ പാപ്പരാകുന്നു. പിന്നീട് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പൂർണ്ണമായും ശക്തി വരും. എന്തുകൊണ്ടെന്നാൽ ദേഹസഹിതം ദേഹത്തിൻ്റെ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ അതെല്ലാം അവസാനിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് പരിധിയില്ലാത്ത രാജധാനി ലഭിക്കുന്നു. ബാബയും പരിധിയില്ലാത്തതാണ്. അതിനാൽ സമ്പത്തും പരിധിയില്ലാത്തത് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ പതീതമാണ്. നിങ്ങളുടെ ശക്തി തികച്ചും കുറഞ്ഞു പോയിരിക്കുന്നു. അല്ലയോ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ.
ഞാൻ സർവശക്തിവാനാണ്. എന്നിലൂടെ സർവശക്തമായ രാജ്യം ലഭിക്കുന്നു. സത്യയുഗത്തിൽ ദേവീ ദേവതകൾ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു, പവിത്രമായിരുന്നു, ദൈവിക ഗുണങ്ങളുള്ളവരായിരുന്നു. ഇപ്പോൾ അവർ ദൈവിക ഗുണങ്ങളുള്ളവരല്ല. എല്ലാവരുടെ ബാറ്ററിയും പൂർണ്ണമായും ഡിസ്ചാർജ് ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാറ്ററി നിറയ്ക്കുന്നു. പരംപിത പരമാത്മാവിനോടൊപ്പം യോഗം വയ്ക്കാതെ ബാറ്ററി ചാർജാക്കാൻ സാധിക്കില്ല. ആ ബാബ തന്നെയാണ് സദാ പവിത്രം. ഇവിടെ എല്ലാവരും അപവിത്രരാണ്. എപ്പോൾ പവിത്രമായിരിക്കുന്നുവോ അപ്പോൾ ബാറ്ററി ചാർജാകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ഒന്നിനെ മാത്രം ഓർമ്മിക്കണം. ഭഗവാൻ ഉയർന്നതിലും ഉയർന്നതാണ്. ബാക്കിയെല്ലാം രചനയാണ്. രചനയിൽ നിന്ന് രചനയ്ക്ക് ഒരിക്കലും സമ്പത്ത് ലഭിക്കുകയില്ല. രചയിതാവ് ഒരേ ഒരു ബാബ മാത്രമാണ്. അത് പരിധിയില്ലാത്ത ബാബയാണ്. ബാക്കിയെല്ലാം പരിധിയുള്ളതാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത ചക്രവർത്തി പദവി ലഭിക്കുന്നു. അതിനാൽ കുട്ടികൾക്ക് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ബാബ പുതിയ ലോകം, സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് സ്വർഗസ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സത്യയുഗം വരാൻ പോവുകയാണ്. സത്യയുഗത്തിൽ സദാ സുഖം തന്നെയാണ്. അത് എങ്ങനെ ലഭിക്കുന്നു? ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ സദാ പവിത്രമാണ്. ഞാൻ ഒരിക്കലും മനുഷ്യ ശരീരം എടുക്കുന്നില്ല, ദൈവിക ശരീരവും എടുക്കുന്നില്ല, മനുഷ്യ ശരീരവും എടുക്കുന്നില്ല. അർത്ഥം, ഞാൻ ജനന മരണത്തിൽ വരുന്നില്ല. കേവലം നിങ്ങൾ കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി നൽകുന്നതിന് വേണ്ടി എപ്പോഴാണോ ഇദ്ദേഹം 60 വയസ്സിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയിലെത്തുന്നത്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വരുന്നു. ഇദ്ദേഹം തന്നെയാണ് പൂർണ്ണമായും സതോ പ്രധാനത്തിൽ നിന്ന് തമോ പ്രധാനമായി മാറിയത്. നമ്പർ 1 ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ പിന്നീട് സൂക്ഷ്മവതനവാസികളായ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. സൂക്ഷ്മവതനം ഇടയിലുള്ളതാണല്ലോ. അവിടെ ശരീരമുണ്ടാവുക സാധ്യമല്ല. സൂക്ഷ്മ ശരീരം കേവലം ദിവ്യദൃഷ്ടിയിലൂടെ കാണാൻ പറ്റൂ. മനുഷ്യ സൃഷ്ടിയാണെങ്കിൽ ഇവിടെയാണ്. ബാക്കി അതാണെങ്കിൽ കേവലം സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഫരിഷ്തയാണ്. നിങ്ങൾ കുട്ടികളും അവസാനം എപ്പോഴാണോ തികച്ചും പവിത്രമായി മാറുന്നത്, അപ്പോൾ നിങ്ങളുടെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഫരിഷ്തയായി മാറി പിന്നീട് സത്യുഗത്തിൽ ഇവിടെ തന്നെ വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. ഈ ബ്രഹ്മാവ് വിഷ്ണുവിനെ ഒന്നും ഓർമ്മിക്കുന്നില്ല. ഇവരും ശിവബാബയെ ഓർമ്മിക്കുകയും ഈ വിഷ്ണുവായി മാറുകയും ചെയ്യുന്നു. അതിനാൽ ഇത് മനസ്സിലാക്കേണ്ടതാണല്ലോ. ഇവർ എങ്ങനെ രാജ്യം നേടി? യുദ്ധം മുതലായ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ദേവതകൾ എങ്ങനെ ഹിംസ ചെയ്യും? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയെ ഓർമ്മിച്ച് രാജ്യം നേടുകയാണ്. ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഗീതയിലുമുണ്ട്, അല്ലയോ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയ്ക്കാണെങ്കിൽ ദേഹമില്ല മമത്വം വയ്ക്കാൻ. പറയുകയാണ്, ഞാൻ കുറച്ചു സമയത്തേക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെ ജ്ഞാനം നൽകും? ഞാൻ ബീജരൂപമാണല്ലോ. ഈ മുഴുവൻ വൃക്ഷത്തിൻ്റെയും ജ്ഞാനം എന്നിലുണ്ട്. വേറെ ആർക്കും അറിയുകയില്ല. സൃഷ്ടിയുടെ ആയുസ് എത്രയാണ്? എങ്ങനെ ഇതിൻ്റെ സ്ഥാപന, പാലന, വിനാശം ഉണ്ടാകുന്നു? മനുഷ്യർക്കാണെങ്കിൽ അറിയേണ്ടതുണ്ട്. മനുഷ്യർ തന്നെയാണ് പഠിക്കുന്നത്. മൃഗങ്ങളൊന്നും പഠിക്കുകയില്ലല്ലോ. അവർ പരിധിയുള്ള പഠിപ്പ് പഠിക്കുന്നു. ബാബ നിങ്ങൾക്ക്
പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങളെ പരിധിയില്ലാത്ത അധികാരിയാക്കി മാറ്റുന്നു. അതിനാൽ ഇത് മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ അഥവാ ദേഹധാരിയെയും ഭഗവാൻ എന്ന് പറയുകയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനും സൂക്ഷ്മ ശരീരമുണ്ടല്ലോ. ഇവരുടെ പേര് തന്നെ വേറെയാണ്. ഇവരെ ഭഗവാൻ എന്ന് പറയുകയില്ല. ഈ ശരീരമാണെങ്കിൽ ഈ ദാതയുടെ ആത്മാവിൻ്റെ സിംഹാസനമായിരുന്നു. അകാല സിംഹാസനമല്ലേ? ഇപ്പോൾ ഇത് അകാലമൂർത്തിയായ ബാബയുടെ സിംഹാസനമാണ്. അമൃതസറിലും ഒരു അകാല സിംഹാസനമുണ്ടല്ലോ. വലിയ വലിയ ആളുകളൊക്കെ അവിടെ അകാല സിംഹാസനത്തിൽ പോയി ഇരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ഇത് എല്ലാ ആത്മാക്കളുടെയും അകാല സിംഹാസനമാണ്. ആത്മാവ് അകാലമാണ്, കാലന് വിഴുങ്ങാൻ സാധിക്കാത്തതാണ്. ബാക്കി സിംഹാസനമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അകാലമൂർത്തിയായ ആത്മാവ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആദ്യം ചെറിയ സിംഹാസനമാണ്, പിന്നീട് വലുതാകുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് വേറൊന്ന് എടുക്കുന്നു. ആത്മാവ് അകാലമാണ്. ബാക്കി അതിൽ നല്ലതും മോശവുമായ സംസ്കാരമുണ്ടാകുന്നു. അപ്പോഴാണല്ലോ പറയുക കർമ്മങ്ങളുടെ ഫലമാണിത് എന്ന്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാക്കളുടെ അച്ഛൻ ഒന്നാണ്. ഇതാണെങ്കിൽ മനസ്സിലാക്കണമല്ലോ. ഈ ബാബ ഏതെങ്കിലും ശാസ്ത്രങ്ങളുടെ കാര്യം കേൾപ്പിക്കുന്നുണ്ടോ? എല്ലാവരും അവസാനം തിരിച്ചു പോകും. എങ്ങനെയാണോ വെട്ടുകിളികളുടെ അഥവാ തേനീച്ചയുടെ കൂട്ടം പോകാറുണ്ടല്ലോ. തേനീച്ചകളുടെയും റാണിയുണ്ട്. അതിനു പിന്നാലെ എല്ലാവരും പോകുന്നു. ബാബയും പോകും. അപ്പോൾ ബാബയുടെ പിന്നാലെ എല്ലാ ആത്മാക്കളും പോകും. അവിടെ മൂലവതനത്തിൽ എല്ലാ ആത്മാക്കളുടെയും കൂട്ടമാണ്. ഇവിടെ പിന്നെ മനുഷ്യരുടെ കൂട്ടമാണ്. അതിനാൽ ഈ കൂട്ടവും ഒരു ദിവസം ഇല്ലാതാകുന്നു. ബാബ വന്ന് എല്ലാ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ശിവന്റെ വിവാഹ ഘോഷയാത്രയെന്ന് പറയുന്നു. കുട്ടികളെന്ന് പറഞ്ഞാലും ശരി, സജനിമാരെന്ന് പറഞ്ഞാലും ശരി, ബാബ വന്ന് കുട്ടികളെ പഠിപ്പിച്ച് ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു. പവിത്രമാകാതെ ആത്മാവിന് തിരിച്ചു പോകാൻ സാധിക്കില്ല. എപ്പോൾ പവിത്രമായി മാറുന്നുവോ അപ്പോൾ ആദ്യം ശാന്തിധാമത്തിലേക്ക് പോകും. അവിടെ പോയി എല്ലാവരും ഇരിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് ആദ്യം ബാബയുടെ പിന്നാലെ ഓടുന്നത്. നിങ്ങൾക്ക് ബാബയോടൊപ്പം അഥവാ സജനിമാർക്ക് തൻ്റെ സാജനോടൊപ്പമാണ് യോഗം. രാജധാനി ഉണ്ടാക്കണമല്ലോ. എല്ലാവരും ഒരുമിച്ച് വരില്ല. അവിടെ എല്ലാ ആത്മാക്കളുടെയും ലോകമാണ്. അവിടെ നിന്ന് പിന്നീട് യഥാക്രമമായി വരുന്നു. വൃക്ഷം പതുക്കെ വൃദ്ധി പ്രാപിക്കുന്നു. ആദ്യം ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ് ഏതാണോ ബാബ സ്ഥാപിക്കുന്നത്. ആദ്യം നമ്മെ ബ്രാഹ്മണരാക്കി മാറ്റുന്നു. പ്രജാപിത ബ്രഹ്മാവാണല്ലോ. പ്രജയിൽ സഹോദരീ സഹോദരരായി മാറുന്നു. ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും അനേകമുണ്ട്. തീർച്ചയായും നിശ്ചയബുദ്ധിയാകുമ്പോഴാണ് ഇത്രയും ഉണ്ടാകുന്നത്. ബ്രാഹ്മണർ എത്രയുണ്ടാകും? പാകമായവരോ പക്ക ആയവരോ? ചിലരാണെങ്കിൽ 99 മാർക്ക് നേടുന്നു, ചിലർ 10 മാർക്ക് നേടുന്നു. എങ്കിലും കുട്ടികൾ തന്നെയല്ലേ? നിങ്ങളിലും ആരാണോ ഉറച്ചവർ അവർ തീർച്ചയായും ആദ്യം വരും. പാകമാകാത്തവർ അവസാനം വരും. ഇത് പാർട്ടുധാരികളുടെ ലോകമാണ്. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സത്യുഗം, ത്രേത, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിപ്പോൾ ബാബയാണ് പറഞ്ഞു തന്നത്. നമ്മളും ആദ്യം
തലകീഴായി മനസ്സിലാക്കിയിരുന്നു കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന്. ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു, ഇതാണെങ്കിൽ പൂർണ്ണമായും 5000 വർഷത്തിൻ്റെ ചക്രമാണ്. പകുതി കൽപ്പം രാമരാജ്യമാണ്, പകുതി കൽപ്പം രാവണ രാജ്യവും. ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെ കൽപ്പമാണെങ്കിൽ പകുതി പകുതി ആകാൻ സാധിക്കില്ല. ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ഈ ലോകം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പരിധിയില്ലാത്ത ജ്ഞാനം പരിധിയില്ലാത്ത ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ശിവബാബയുടെ ശരീരത്തിൻ്റെ ഒരു പേരുമില്ല. ഈ ശരീരമാണെങ്കിൽ ഈ ദാതയുടേതാണ്. ബാബ എവിടെയാണ്? ബാബ കുറച്ചു സമയത്തേക്ക് ലോൺ എടുത്തതാണ്. ബാബ പറയുന്നു, എനിക്ക് മുഖം വേണമല്ലോ. ഇവിടെയും ഗോമുഖം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. പർവ്വതത്തിൽ നിന്ന് വെള്ളം അവിടെയും ഇവിടെയും വരുന്നു. ഇവിടെ പിന്നെ ഗോമുഖം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം വരുന്നു. അതിനെ ഗംഗാജലമെന്ന് മനസ്സിലാക്കി എടുക്കുന്നു. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ സത്യഖണ്ഡമെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഭാരതം തന്നെയാണ് പഴയതായി മാറുമ്പോൾ അസത്യഖണ്ഡമെന്ന് പറയപ്പെടുന്നത്. ഈ അസത്യമായ ഖണ്ഡത്തിൽ എപ്പോൾ എല്ലാവരും പതീതമായി മാറുന്നുവോ അപ്പോൾ വിളിക്കുന്നു, ബാബ ഞങ്ങളെ പാവനമാക്കി മാറ്റി ഈ പഴയ ലോകത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകൂ. ബാബ പറയുന്നു, എൻ്റെ എല്ലാ കുട്ടികളും കാമചിതയിലിരുന്ന് കറുത്തവരായി മാറിയിരിക്കുന്നു. ബാബ ഇരുന്ന കുട്ടികളോട് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നല്ലോ, സ്മൃതി വന്നല്ലോ. കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. മുഴുവൻ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. അതിനാൽ അറിയണം നമ്മുടെ അച്ഛൻ ആരാണ് എന്ന്. ഈ ലോകത്തെ മുള്ളുകളുടെ കാട് എന്ന് പറയുന്നു. ഏറ്റവും വലുത് കാമത്തിൻ്റെ മുള്ളാണ്. ഇവിടെ ഭക്തരും അനേകമുണ്ട്, സസ്യബുക്കുകളാണ്. പക്ഷേ വികാരത്തിലേക്ക് പോകുന്നില്ല എന്നല്ല. ഒരുപാട് കാലം ബ്രഹ്മചാരികളായിരിക്കുന്നവരുമുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ഒരിക്കലും മോശമായ ഭക്ഷണം മുതലായവ കഴിക്കുന്നില്ല. സന്യാസിമാരും പറയുന്നു, നിർവികാരിയായി മാറൂ. അത് പരിധിയുള്ള സന്യാസമാണ് മനുഷ്യർ ചെയ്യിക്കുന്നത്. അടുത്ത ജന്മത്തിൽ പിന്നീട് ഗൃഹസ്ഥിയുടെ അടുത്തു പോയി ജന്മമെടുത്ത് പിന്നീട് വീടെല്ലാം ഉപേക്ഷിച്ചു പോകുന്നു. സത്യുഗത്തിൽ ഈ കൃഷ്ണൻ മുതലായവർ എപ്പോഴെങ്കിലും വീടുപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. മുഴുവൻ ലോകത്തിൻ്റെയും സംബന്ധി മുതലായവരുടെയും സന്യാസം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ സ്വർഗത്തിൻ്റെ നേർക്കേ പോകൂ. അതിനാൽ ശിവബാബയെ തന്നെ ഓർമ്മിക്കണം. പരിധിയില്ലാത്ത ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. മന്മന ഭവ, മധ്യാജി ഭവ. അപ്പോൾ നിങ്ങൾ ദേവതയായി മാറും. ഇത് അതേ ഗീതയുടെ എപ്പിസോഡാണ്. സംഗമയുഗവുമാണ്. ഞാൻ സംഗമത്തിൽ തന്നെയാണ് കേൾപ്പിക്കുന്നത്. രാജയോഗം തീർച്ചയായും അടുത്ത ജന്മത്തിൽ സംഗമത്തിൽ പഠിക്കും. ഈ സൃഷ്ടി മാറുകയാണല്ലോ. നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറുകയാണ്. ഇപ്പോൾ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. എപ്പോഴാണോ നമ്മൾ ഇങ്ങനെ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനമായി മാറുന്നത്, ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കി നിശ്ചയം ഉറപ്പിക്കണം. ഇതൊരു മനുഷ്യനും പറയുകയല്ല. ഇതാണ് ശ്രീമതം, അർത്ഥം ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം ഭഗവാന്റെ. ബാക്കിയെല്ലാം മനുഷ്യമതമാണ്. മനുഷ്യമതത്തിലൂടെ വീണ് വന്നു. ഇപ്പോൾ ശ്രീമതത്തിലൂടെ നിങ്ങൾ കയറുകയാണ്. ബാബ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ദൈവിക മതം സ്വർഗവാസികളുടേതാണ്. അത് നരകവാസി മനുഷ്യരുടെ മതമാണ്. ഏതിനെയാണോ രാവണ മതം എന്ന് പറയുന്നത്, രാവണ രാജ്യവും കുറവൊന്നുമല്ല.
മുഴുവൻ ലോകത്തിലും രാവണന്റെ രാജ്യമാണ്. ഇത് രാവണ രാജ്യമുള്ള പരിധിയില്ലാത്ത ലങ്കയാണ്. പിന്നീടിത് ദേവതകളുടെ പവിത്ര രാജ്യമായി മാറും. അവിടെ വളരെയധികം സുഖമുണ്ടാകുന്നു. സ്വർഗത്തിന് എത്രയധികം മഹിമയാണ്. പറയുന്നുമുണ്ട്, സ്വർഗത്തിലേക്ക് പോയി. അതിനാൽ തീർച്ചയായും നരകത്തിലായിരിക്കുമല്ലോ. നരകത്തിൽ നിന്ന് പോയെങ്കിൽ പിന്നീട് നരകത്തിലേക്ക് തന്നെയല്ലേ വരൂ. ഇപ്പോൾ സ്വർഗം എവിടെയാണ്? ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും തരുന്നു. ബാറ്ററി നിറയ്ക്കുന്നു. മായ പിന്നീട് കണക്ഷൻ മുറിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മനസ്സാ വാച കർമ്മത്തിലൂടെ പവിത്രമായി മാറി ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ചെയ്യണം. ഉറച്ച ബ്രാഹ്മണനായി മാറണം. 2. മന്മത് അഥവാ മനുഷ്യമതം ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്ന് സ്വയത്തെ ശ്രേഷ്ഠമാക്കി മാറ്റണം. സത്തോ പ്രധാനമായി മാറി ബാബയോടൊപ്പം പറന്നു പോകണം. വരദാനം: സത്യതയുടെ ശക്തിയിലൂടെ പ്രകൃതിയെയും ലോകത്തിനെയും സത്തോ പ്രധാനമാക്കുന്ന മാസ്റ്റർ നിയമനിർമ്മാതാവായി ഭവിക്കട്ടെ. സത്യതയുടെ ശക്തി ധാരണ ചെയ്ത് കുട്ടികളായ നിങ്ങൾ മാസ്റ്റർ നിയമനിർമ്മാതാക്കളാകുമ്പോൾ പ്രകൃതി സത്തോ പ്രധാനമായി മാറുന്നു. യുഗം സത്യയുഗമായി മാറുന്നു. എല്ലാ ആത്മാക്കളും സദ്ഗതിയുടെ ഭാഗ്യം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ സത്യത പാരസ് കല്ല്, അതായത് പവിഴം പോലെയാണ്. പാരസ് അല്ലെങ്കിൽ പവിഴം കല്ലിനെ പവിഴമാക്കി മാറ്റുന്നത് പോലെ സത്യതയുടെ ശക്തി ആത്മാവ്, പ്രകൃതി, സമയം, സർവസംബന്ധങ്ങൾ, സംസ്കാരങ്ങൾ, ആഹാരം, വ്യവഹാരം ഇവയെല്ലാം സത്തോ പ്രധാനമാക്കി മാറ്റുന്നു. സ്ലോഗൻ: പ്രകൃതിയുടെ കോലാഹലങ്ങളിലേക്ക് പോലും ആകർഷിക്കപ്പെടാത്തവരാണ് യോഗി ആത്മാക്കൾ. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. സ്വദർശന ചക്രധാരിയും ഛത്രധാരിയുമാകൂ. എങ്കിൽ ദേഹത്തിൻ്റെ സ്മൃതിയുടെ അനേക വ്യർത്ഥ സങ്കല്പങ്ങളുടെ ചക്രത്തിൽ നിന്ന്, പ്രകൃതിയുടെ പലതരം ആകർഷണങ്ങളുടെ ചക്രത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ ബാബയിൽ നിന്ന് ലഭിക്കുന്ന ശക്തികളിലൂടെ അന്യാത്മാക്കളെയും അനേക ചക്രങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജീവൻ മുക്തരാക്കാൻ കഴിയും. ഓം ശാന്തി.